ഹായ്. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇതൊരു സാധാരണ ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് എന്തുകൊണ്ടാണ് ആ ഞെറി വിട്ടത്, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ കൂട്ടുകാർക്ക്. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് അതിൻ്റെ കയ്യിൻ്റെ വീതിയുള്ള കരയും അടിയിലുള്ള ആ ഒരു ഞെറിവ് വരുന്ന ഭാഗങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു കംപ്ലീറ്റ് ഒരു അടിപൊളി ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ മെറ്റീരിയൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കാരണം തന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു കളർ ചേഞ്ചിലൊരു മെറ്റീരിയലും കൂടെ എടുത്തേക്കാം കേട്ടോ. ഇത് അതുപോലെ സാധാരണ കണ്ടോ, അടിയിൽ ഇത്ര വീതിയുള്ളൊരു ബോർഡറും പിന്നെ സാധാരണ കയ്യിൻ്റെ അറ്റത്ത് ഇത്ര പോകുന്നൊരു കരയൊക്കെ ഉള്ള സാധാരണ ഒരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൻ്റെ കരമൊക്കെ ചുരിദാറിൻ്റെ അടിയിൽ വരുന്ന കര അറ്റാച്ച് ചെയ്തിട്ടാണ് കയ്യിന് നമ്മളൊരു വീതിയുള്ള കരയാക്കി മാറ്റിയത്. പിന്നെ അതിൻ്റെ കഴുത്തിലൊക്കെ ഓൾറെഡി എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ കയ്യിനുള്ള മെറ്റീരിയലും അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിന് നല്ല ലൈനിങ് മെറ്റീരിയലും ഉണ്ട്. പിന്നെ 2 മീറ്ററോളം നീളമുള്ള പാൻറ് മെറ്റീരിയലും ഉണ്ട് കേട്ടോ. ഇത് സഹിയ ലിബാസ് എന്നുള്ള ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ കയ്യിന് വെക്കാനുള്ള ഈ ഒരു കര അടിയിൽ നിന്ന് പറിച്ചെടുക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. ഇനി നമുക്ക് കൈ ആദ്യം അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ കയ്യിൻ്റെ തുണി, അപ്പോൾ അതും കൂടി അവിടെ നിന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാ കയ്യിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എനിക്ക് ഈ ഒരു ചുരിദാറിൻ്റെ കഴുത്ത് കുറച്ച് വലുപ്പം കൂടുതലാണ് കേട്ടോ. അതല്ല, ഇത് കറക്റ്റ് എനിക്കൊരു പാകമായിരുന്നെങ്കിൽ ഇതാ ഇങ്ങനെ 4ആക്കി സാധാരണ പോലെ മടക്കി വെച്ചിട്ട് കഴുത്തും ഷോൾഡറും ഒക്കെ കട്ട് ചെയ്താൽ മതി. കാരണം അതിൻ്റെ ഷോൾഡറിൽ ഒരു പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കഴുത്ത് കുറച്ച് ചെറുതാക്കേണ്ടത് കാരണം ഞാൻ വേറെ തരത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് ഇറങ്ങിയിട്ടും ഫ്രണ്ട് ഭാഗം കുറച്ച് കയറിയിട്ടുമാണ്. കാരണം നമ്മൾ അവിടുന്ന് കര പറിച്ചെടുത്തല്ലോ. അപ്പോൾ എൻ്റെ ടോട്ടൽ ലെങ്ത്ത് 57 ഇഞ്ചാണ്. അപ്പോൾ 40 ഇഞ്ച് നമുക്ക് ഈ ഒരു ചുരിദാറിൽ നിന്നും ബാക്കി 17 ഇഞ്ച് നമ്മൾ ആ ഞെറിവിലുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 40 ഇഞ്ചിൻ്റെ ഒരു കട്ടിംഗ് ആണ് ഇതിന്മേൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കഴുത്ത് കുറക്കണമെന്ന് പറഞ്ഞല്ലോ, അത് കാരണം തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് 40 ഇഞ്ച് അളക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എത്രയും 40 വരുന്നോ അവിടെ നിന്ന് കഴുത്ത് അത്രയും കുറക്കാമല്ലോ. പക്ഷേ പ്ലസ് ഒന്നും കൂടി കൂട്ടി 41 കേട്ടോ ഞാൻ അളക്കുന്നത്. അപ്പോൾ 41 ഇഞ്ച് അളന്നപ്പോൾ ഒരു 2 ഇഞ്ചോളം കഴുത്ത് എനിക്ക് കുറക്കാൻ അവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കുക. അവിടുന്ന് താഴേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. നെഞ്ഞളവ് ഒരു 12 ഇഞ്ചാണ്. പ്ലസ് ഒരു 2 കൂടെ കൂട്ടിയിട്ട് ഒരു 14 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴേക്ക് ഒരു 7 ഇഞ്ച്. പിന്നെ എൻ്റെ ടാപ്പ് ഉണ്ടല്ലോ, ടാപ്പിൻ്റെ അറ്റത്തത്തെ അത് പൊട്ടിപ്പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അത് നിങ്ങളുടെ സാധാരണ ടാപ്പാണെങ്കിൽ നിങ്ങൾ അത് കണക്കാക്കണ്ട. അപ്പോൾ ഞാൻ സാധാരണ പോലെയാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ താഴത്തേക്ക് ഞാൻ പിന്നെയും ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. കണ്ടോ, 7 ഇഞ്ചിന് വരെ ഞാൻ 8 ഇഞ്ചാണ് കൊടുക്കുന്നതെന്ന് മാത്രം. അതിൻ്റെ താഴേക്ക് ഞാനൊരു 6 ഇഞ്ച്, അത് നമ്മുടെ ഹിപ്പിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഷേപ്പും ഹിപ്പിൻ്റെ അളവെടുത്തു. ഷേപ്പിൻ്റെ അവിടെ എനിക്ക് 18ഉം ഹിപ്പിൻ്റെ അവിടെ 13ഉം ആണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് അങ്ങനെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ ഒരു അറ്റത്ത് വെക്കുക. അതായത് നമ്മളെ ഡ്രസ്സിൻ്റെ ഏറ്റവും അടിയത്തെ ലെങ്ത്തിൽ ഇതാ ഈ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ആ ഹിപ്പിൻ്റെ ഷേപ്പിന് അവിടെ മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. സൈഡിൽ ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് സ്ലോപ്പ് ചെയ്തിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ, വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്നുകൊണ്ട് വെട്ടിയെടുക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു എവർട്ടിന്റെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവരും കപ്പാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കപ്പ് യൂസ് ചെയ്യാൻ നോക്കണം. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എവർട്ടിന്റെ നല്ല ക്വാളിറ്റി ഉള്ള മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എവർട്ടിന്റെ ഈ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ടാണ് കേട്ടോ. അത് സ്കിന്നിന് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂല. അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു പൗച്ചും കൂടി ഉണ്ട്. പിന്നെ എവർട്ടിന്റെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിൽ എക്സ്ട്രാ സ്മോൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ടീനേജേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്പോർട്സ് കാര്യങ്ങൾ അതിനൊക്കെ നമ്മുടെ ഈ ഒരു പാഡൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവരുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 12 മണിക്കൂർ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. അതുപോലെ തന്നെ 10 വർഷം നമുക്കിത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാത്തവരൊക്കെ എവർട്ടിന്റെ ഈ ഒരു ക്വാളിറ്റി ഉള്ള മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക. അതുപോലെ യൂസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗിക്കാൻ നല്ല
എളുപ്പമാണ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. പിന്നെ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതിന്റെ കഴുത്ത് വെട്ടാൻ സുഖമാണ്. നമ്മൾ ഓൾറെഡി അവിടെ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തതിന്റെ ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് വരക്കുക. ബാക്ക് കഴുത്ത് ഒരു സുമാർ ഒരു 2-3 ഇഞ്ച് ഇറക്കത്തിൽ അതേ വീതിയിൽ ബാക്ക് കഴുത്തും. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. സാധാരണ ചുരിദാർ അടിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഇത് എന്തായാലും മനസ്സിലാവില്ല. തുടക്കക്കാർക്കായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ബോഡി പാർട്ടും അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങിൻ്റെ ഒക്കെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കൈ ഇതാ ഞാൻ ഈ ഒരു പീസും കൂടി വെച്ച് എനിക്ക് ടോട്ടൽ ഒരു കറക്റ്റ് ഒരു ഫുൾ ലെങ്ത്ത് കിട്ടണമെങ്കിൽ 20.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ 20.5 ഇഞ്ച് പ്ലസ് ഒരു ഒന്നും കൂടെ കൂട്ടി ഒരു 21.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ വീതി 10 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചിൻ്റെ താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതാ സാധാരണ കൈ വരക്കണ പോലെ കൈ വരച്ചെടുത്തിട്ടുണ്ട്. താഴത്തെ വീതി ഒരു 6 ഇഞ്ചാണ്. അപ്പോൾ ഒരു പ്ലസ് ഒന്നും കൂടി കൂട്ടി ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അതും കൂട്ടി യോജിപ്പിച്ചാണ് നമുക്ക് കറക്റ്റായിട്ട് കൈയിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഈ കയ്യിന് ഞാൻ ലൈനിങ് ഒന്നും കൊടുക്കണില്ല. ഈ ഒരു മെറ്റീരിയലിന് ലൈനിങ്ങിന് അത്യാവശ്യമല്ല കയ്യിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് തയ്ക്കുമ്പോൾ ഈ ഒരു കര ആദ്യമേ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം സാധാരണ കൈ അടിക്കണ പോലെ ഇങ്ങോട്ട് അടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല വീതിയുള്ള കരയുള്ള കൈ കിട്ടും. ഇനി നമുക്കിതാ ഈ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ഞാൻ 4 ആക്കി ഇങ്ങനെ മടക്കുകയാണ്. ഇങ്ങനെ മടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഷീൻ കട്ടിങ് ഉള്ള ഭാഗങ്ങളൊക്കെ താഴത്തേക്ക് വരുന്ന വിധത്തിൽ ഇത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 17 ഇഞ്ച് ഇറക്കത്തിലാണ് ഈ ഒരു ഞെറിവ് വരുന്നത്. അപ്പോൾ ഒരു പ്ലസ് ഒരു 1/2 ഇഞ്ച്, കാരണം അടിയിൽ മടക്കി അടിക്കണ്ട, മുകളിലുള്ള തയ്യലിന് മാത്രം ഒരു 1/2 ഇഞ്ച്. അങ്ങനെ ഞാൻ 17.5 ഇഞ്ച് എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ട് നീളത്തിൽ അത് അങ്ങോട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പാൻറ്റ് പീസിൽ ബാലൻസ് വരുന്ന ഒരു പീസാണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൽ ടെക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടെക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നല്ല കറക്റ്റാക്കി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 12.5 ഇഞ്ചും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ചും പിന്നെ താഴത്തേക്ക് ഒരു 5 ഇഞ്ചും അടയാളപ്പെടുത്തി നമുക്ക് ടെക്ക് വരക്കാം. ഇനി നമ്മൾ ചുരിദാറിൻ്റെ ടെക്ക് അടിക്കണു, അത് കഴിഞ്ഞ് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കണു, കൈ യോജിപ്പിക്കണു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടിയത്തെ പാൻറ്റിൻ്റെ തുണി ഇങ്ങനെ ഞെറിവിട്ട് കൊടുക്കണം. സ്കെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇഞ്ചിൻ്റെ ഞെറിവ് ഇങ്ങനെ കറക്റ്റാക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ അടിയിൽ ചുറ്റിനും അങ്ങോട്ട് പിടിപ്പിക്കുക. കറക്റ്റ് ഷേപ്പും ചെയ്യുക. ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ പണി. കാരണം ഇതൊന്നും വിശദമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അന്ന് തിരക്കിട്ട് ഞാൻ കുറേ ഡ്രസ്സ് തയ്ക്കണ ദിവസത്തിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം ജസ്റ്റ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണിത്, എങ്ങനെയൊക്കെയാണിത് വന്നത് എന്നൊക്കെ ചോദിക്കണ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ A to Z ആയിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരണം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഞാൻ അങ്ങനെ വീഡിയോകൾ ചെയ്യാം കേട്ടോ. എല്ലാവരും നല്ല നല്ല ഡ്രസ്സുകളൊക്കെ തയ്ക്കണം. അപ്പോൾ ഈ വീഡിയോത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുകൊണ്ടു, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.